ഹായ് ഹലോ. ഇന്നൊരു സാരി വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് കാണാം കേട്ടോ. അതിൻ്റെ സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ് വീഡിയോ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള മോഡല്. അപ്പോൾ ഇത് ഒരു ഫ്ലോറൽ പ്രിൻ്റുള്ള ഒരു സാരിയാണ്, അമ്മയുടേതാണ് കേട്ടോ, പഴയ സാരിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് അടിപൊളി ഡ്രസ്സാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അംബ്രല്ല കട്ടാണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 2 മടക്കുന്നതിന് പകരം ഞാൻ 4 എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല ഫ്ലെയർ ആയിട്ട് കിട്ടാനാണ്. അപ്പോൾ നമ്മുടെ അളവിൽ ഡ്രസ്സ് എടുക്കുക. അതിന് ശേഷം വേസ്റ്റ് ഭാഗം അളന്നെടുക്കുക. അപ്പോൾ അളവൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾ എടുക്കുക കേട്ടോ. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള അളവ് 4 ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ ഒരു അളവ് നമുക്ക് ആ ഒരു കോൺ ഷേപ്പ് വരുന്നില്ലേ, മടക്കിയാൽ ആ ഒരു വശത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ലെങ്ത്ത് എടുക്കുക. ഞാൻ എടുത്തിട്ടുള്ളത് 29 നിങ്ങളുടെ ലെങ്ത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ എന്താ വെച്ചാൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നല്ല ഫ്ലെയർ ആയിട്ട് കിട്ടും കേട്ടോ. 4 മടക്കി കഴിഞ്ഞാൽ, നമ്മൾ നോർമലി 2 മടക്കുന്നത്, 4 മടക്കി ഇത്രയും ഫ്ലെയറിൽ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് തുണി 2 മടക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഡ്രസ്സിൻ്റെ അളവിനനുസരിച്ച് കഴുത്തും അതുപോലെ ഷോൾഡറും കൈക്കുഴിയും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് കഴുത്തകലം 3 ഇഞ്ചാണ് കേട്ടോ. അതുപോലെ ലെങ്ത്ത് വന്നിട്ട് 5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കഴുത്തിൻ്റെ ഇറക്കം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 5.5 6 എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്നിട്ട് സ്ക്വയറാക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം റൗണ്ടോ കഴുത്തിന് ഏത് ഡിസൈനാണോ വേണ്ടത്, റൗണ്ടാണെങ്കിൽ റൗണ്ട്, അല്ല സ്ക്വയർ തന്നെ മതി എന്നുണ്ടെങ്കിൽ അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ റൗണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള പിക്ചറിലുള്ള പോലെ മുമ്പിൽ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് അവരൊരു കെട്ട് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റൗണ്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം കൈക്കുഴി മാർക്ക് ചെയ്യുക. ഇതുപോലെ കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാ അളവുകളും നിങ്ങളുടെ ഡ്രസ്സിൻ്റെ അളവ് നോക്കിയിട്ട് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈക്കുഴീൻ്റെ അവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അവിടുന്ന് ഒരു 1 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ചെരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ലെങ്ത്ത് കറക്റ്റ് നോക്കിയിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്ക് മാത്രം ആദ്യം കട്ട് ചെയ്യുക. അതിനുശേഷം ഒരു പീസ് മാറ്റി വെച്ചിട്ട് ബാക്ക് നെക്ക് കൂടി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കൈക്കുഴിയുടെ അവിടെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് കട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ഷേപ്പ് വരുന്ന ഭാഗത്ത് 2 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതൊക്കെ മാർക്ക് ചെയ്യുക. കൈക്കുഴീൻ്റെ അവിടെ 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഷേപ്പ് ചെയ്യുന്നവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ലെങ്ത്തിൻ്റെ അവിടെ 1 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഫ്രണ്ട് നെക്ക് ഒരു പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ബാക്ക് നെക്കാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഇറക്കിയിട്ട് വെട്ടിക്കൊടുത്തിട്ടുണ്ട്. കൈയുടെ ഭാഗം കട്ട് ചെയ്യുന്ന വീഡിയോ ജസ്റ്റ് മിസ്സായിപ്പോയി കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇതുപോലെ 2 തുണി മടക്കുക, എന്നിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ലെങ്ത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. വിഡ്ത്ത് വരുമ്പോൾ നമ്മൾ സാധാരണ നോർമലി എടുക്കുന്ന വിഡ്ത്തിനേക്കാളും ഡബിളായിട്ട് തുണി എടുക്കുക കേട്ടോ. ഡബിൾ അളവായിട്ട് എടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ കൈയുടെ ഷേപ്പ് വരക്കുമ്പോൾ വരച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് ഒക്കെ കട്ട് ചെയ്യുക കേട്ടോ. ഈ നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുള്ള അളവുകളൊക്കെ വെച്ച് ലൈനിങ്ങും അതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈനിങ്ങിനാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ, ഫ്രണ്ട് പീസിൽ ഒരു ജസ്റ്റ് ഒരു മോഡൽ വരുന്നുണ്ട്, അവിടെ ഒരു കെട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈനിങ്ങിൽ മാത്രം ഞാൻ ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ആക്കിയിട്ട്
കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ലൈനിങ്ങും തുണിയുടെ നല്ല വശവും ചേർത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ഒരു കട്ടിങ് വരുന്നിടത്ത് മാത്രം സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് മറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ കഴുത്തിൻ്റെ ഭാഗം മൊത്തമായിട്ട് അടിച്ചിട്ടില്ല കേട്ടോ. ആ ഒരു കട്ടിങ് വരുന്നിടത്ത് മാത്രമേ അടിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ മുകളിലൂടെ ഒരു പ്രസ് അടിവ് കൊടുക്കാം. അപ്പോൾ ഇതിന് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലൊരു പീസ് എടുക്കുക. അപ്പോൾ ഈ ഒരു പീസിൻ്റെ വീതി വന്നിട്ട് 2.5 ഇഞ്ചും അതുപോലെ നീളം 20 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിന് ശേഷം നമുക്ക് ആ ഒരു തുണിയുടെ നല്ല വശവും ഈ ഒരു പീസിൻ്റെ നല്ല വശവും ചേർത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ ഡ്രസ്സിൻ്റെ നല്ല വശവും ആ ഒരു കട്ട് പീസിൻ്റെ നല്ല വശവും ചേർത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ, നല്ല നീറ്റായിട്ട് കിട്ടാനാണ്. അതിന് ശേഷം ഇതുപോലെ തിരിച്ച് വെച്ച് അതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ സ്റ്റിച്ച് തന്നെ തുണിയുടെ അറ്റം വരെ പോകണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ മടക്കി ആ ഒരു തുണിയുടെ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ ഒരു കട്ട് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടും. ജസ്റ്റ് ഇതുപോലെ കെട്ടിക്കൊടുക്കാനായിട്ട് നമ്മൾ എടുത്ത മോഡലിലുള്ളതാണ്. പിന്നെ നമുക്ക് ഈ ഒരു ബോഡി പാർട്ട്, ഫ്രണ്ട് പാർട്ട് നമുക്കിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ആ ഒരു ലൈനിങ് വരുന്ന ഭാഗം നോക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. കണ്ടോ, ഇതിൻ്റെ ആ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് താഴോട്ടേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഷേപ്പിൽ നിൽക്കും. ഓക്കെ, അതിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 1/4 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. താഴോട്ടേക്ക് എത്തുമ്പോൾ 1/2 ഇഞ്ചിലേക്ക് അങ്ങനെ പോകുന്ന രീതിയിൽ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ 2 വശം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. താഴ്ഭാഗത്തേക്ക് എത്തുമ്പോൾ കുറച്ച് വീതി കൂട്ടിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. നമ്മൾ ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ നല്ലൊരു ഷേപ്പായിട്ട് അവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടും കൂടി ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ലൈനിങ്ങും കൂടി വെച്ച് ആ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. കണ്ടോ, നല്ല നീറ്റായിട്ട് കിട്ടും. നമ്മളിതിൽ ക്യാൻവാസും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അല്ലാണ്ട് തന്നെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട് പാർട്ട് എടുക്കുക. എന്നിട്ട് ഈ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും കൂടി
ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ബാക്ക് പീസിൻ്റെ ആദ്യം ഇതുപോലെ വെച്ചിട്ട് ബാക്ക് പീസിൻ്റെ ലൈനിങ് ഉണ്ടല്ലോ അത് മുന്നോട്ട് ഇതുപോലെ വീഡിയോയിൽ കാണും പോലെ മുന്നോട്ടാക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഷോൾഡർ കിട്ടും. ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഷോൾഡറിൻ്റെ ഭാഗം വന്നിട്ടുണ്ട്. തയ്യൽ തുണിയൊന്നും കാണാതെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മനസ്സിലാവാത്തവർ കമൻറ്റ് ചെയ്യുക, ഞാൻ ഷോർട്ടിൽ ഇടുന്നതായിരിക്കും കേട്ടോ. ഷോർട്സിൽ നമുക്ക് ഇതുപോലെ എങ്ങനെ പെർഫെക്റ്റായിട്ട് ചെയ്യാമെന്നൊക്കെ ഞാൻ വീഡിയോ ഇടാം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് വശവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ ബാക്ക് നെക്കിൻ്റെ അവിടെ ഒരു പ്രസ് അടിവും കൂടി കൊടുക്കാം. ഇനി നമ്മൾ കൈ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. 13 എൻ്റെ അളവ് കേട്ടോ. കൈയുടെ അളവ് 13 വീതിയാണ്. അപ്പോൾ അതിന് കണക്കായിട്ട് നിങ്ങളുടെ കൈയുടെ വീതിക്ക് കണക്കായിട്ട് ഇലാസ്റ്റിക് കട്ട്. അതിന് ശേഷം കൈയുടെ വീതി വരുന്ന ഭാഗത്ത് നമുക്ക് ലോങ് സ്റ്റിച്ചിൽ നമ്മൾ മെഷീനിൽ ലോങ് സ്റ്റിച്ച് ആക്കി വെക്കുക, 5 ആക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ ആ വീതി വരുന്ന ഭാഗത്ത് ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ആ ഒരു നൂല് മാത്രം ഇതുപോലെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ നല്ല ചുരുക്ക് ഇങ്ങനെ വരും കേട്ടോ. കണ്ട, ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ചുരുക്ക് നമുക്ക് കിട്ടും. അപ്പോൾ രണ്ട് വശത്തെ നൂല് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. വലിച്ച് മൊത്തം ഇങ്ങോട്ട് എടുക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലീറ്റ്സ് കിട്ടും. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ ഈ ഒരു കൈ വെച്ച് കൊടുക്കാം, അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് കൈ കട്ട് ചെയ്യുമ്പം തന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മാർക്കർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗവും ഈ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗവും ഒന്നിച്ച് വെച്ച് അവിടെ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ചുരുക്കമൊക്കെ നല്ല ക്ലിയർ ആക്കി കൊടുക്കുക. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴെ മാത്രം നമുക്ക് ആ ഒരു പ്ലീറ്റ്സ് മതി കേട്ടോ. താഴോട്ട് വരുമ്പോൾ പ്ലീറ്റ്സ് കുറച്ച് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ആ ഒരു നൂല് നമ്മൾ വലിച്ചെടുത്തില്ലേ, അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ താഴോട്ട് അങ്ങനെ പ്ലീറ്റ്സ് ഉണ്ടാവില്ല. മുകളിൽ മാത്രം നല്ല പ്ലീറ്റ് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാത്രമേ ലെവലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ പ്ലീറ്റ്സായിട്ട് നല്ല വൃത്തിയിലെടുത്ത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ കൈക്കുഴീൻ്റെ അവിടെ വരുന്ന പ്ലീറ്റ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇലാസ്റ്റിക് എടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ കൈയുടെ അറ്റഭാഗത്തായിട്ട് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇലാസ്റ്റിക് വലിച്ച് സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇലാസ്റ്റിക് നമുക്ക് അവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് കേട്ടോ. നമ്മൾ കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ നമ്മൾ വെച്ച് കൊടുക്കില്ല, ആ ഒരു ഇലാസ്റ്റിക്കാണ്.
അപ്പോൾ കൈയുടെ പണി കൂടി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ടില്ലേ? ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പഫ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ കൈ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുന്നിൽ ഡിസൈൻ വന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പം തന്നെ നല്ല അടിപൊളിയായിട്ടില്ലേ? ഫുള്ളി സ്റ്റിച്ച് ചെയ്ത് നമ്മളിട്ട് കഴിഞ്ഞാൽ അടിപൊളി ലുക്കായിരിക്കും കേട്ടോ. ഫൈനൽ ലുക്ക് കാണാൻ മറക്കല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ താഴ്ഭാഗം നമുക്കിതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബോഡി പാർട്ട് നമ്മൾ മടക്കി അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ മടക്കുക. എന്നിട്ട് ആ സെൻറ്റർ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അവിടെ ഒരു ചെറിയൊരു കട്ടിങ് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ താഴ്ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, അതും ലൈനിങ് കൂടി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ബോഡി പാർട്ടിൽ നല്ല ഭാഗവും അതുപോലെ താഴ്ഭാഗം കട്ട് ചെയ്തിട്ടില്ലേ, അതിൻ്റെ നല്ല ഭാഗം കൂടി ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് പീസും അതുപോലെ ബാക്ക് പീസും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിടുക കേട്ടോ. ആ ലൈനിങ്ങിൻ്റെ ഭാഗം എടുക്കുക. എന്നിട്ട് അളവിനുള്ള ഡ്രസ്സ് എടുത്ത് ഒന്നുകിൽ അളവിലുള്ള ഡ്രസ്സിൻ്റെ അളവ് എടുത്തിട്ട് നമുക്ക് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഡ്രസ്സ് ജസ്റ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കിത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതുകൂടി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ജസ്റ്റ് ഇങ്ങനെ കെട്ടുന്ന കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കെട്ടുന്ന കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. ഇനി താഴ്ഭാഗം ഉണ്ടല്ലേ, താഴ്ഭാഗം നമുക്ക് ഒന്നുകിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സിൻ്റെ ഈ പാവാടയുടെ ഒക്കെ താഴെ ഇങ്ങനെ വെച്ചടിക്കില്ലേ, ആ ഒരു ത്രെഡ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു മെഷീനുള്ളത് കാരണം ഞാൻ അതിൽ ഒരു ലോക്ക് മെഷീനും കൂടി കൊടുത്ത് ഫൂട്ട് മാറ്റിയിട്ട് നമ്മളിങ്ങനെ മടക്കി തയ്ക്കുന്ന ഫൂട്ടില്ലേ, അതുകൂടെ വെച്ചിട്ട് ഞാൻ താഴ്ഭാഗം ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അതെങ്ങനെയാണ് സ്റ്റിച്ച് വരുന്നതെന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതുപോലെയാണ് ഇതിൻ്റെ സ്റ്റിച്ച് വരുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വരുവേ, നല്ല ഫിനിഷിങ്ങിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു മെഷീനുള്ളവർ ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുകൂടാണ്ട് ലൈനിങ് കൂടി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ. പിന്നെ ഡ്രസ്സ് ഇഷ്ടമായവർ കമൻറ്റ് ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.